അറ്റ് ലാസ്റ്റ് നീ എന്റെ മാത്രം. അന്നേ പറഞ്ഞതല്ലേ നിന്നോട് ലൈഫിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, തിന്നിറക്ക, എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ? നീ എന്തുറക്ക? എന്തെങ്കിലും കഴിച്ചിട്ട് നീ വന്ന് കിടന്നോ? എനിക്ക് വേണ്ട. നീ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കുട്ടി, കുറച്ചെങ്കിലും നീ കഴിക്ക്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ നിർബന്ധിക്കുന്നേ? കുട്ടി, നീ വന്നേ വാശി കാണിക്കരുത്, വന്നെന്തേലും കഴിക്ക്. ഇതെന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന്. എന്തിനാ എന്നെ പിന്നെയും ശക്തിപ്പെടുത്തുന്നേ? കുട്ടി, നീ ദേഷ്യത്തിൽ ഓരോന്നും വിളിച്ചു പറയരുത്. ദേഷ്യത്തിൽ ഓരോന്നും വിളിച്ചു പറഞ്ഞതല്ല, എനിക്ക് ഡിസ്റ്റർബൻസാ. ഞാൻ നിനക്കൊരു ഡിസ്റ്റർബൻസാ? ഞാൻ നിനക്കൊരു ഡിസ്റ്റർബൻസാ? ഏതൻ, കളിക്കരുത്. ആ കത്തി അവിടെ വെക്ക്. ഇല്ല, എന്ത് പറയുന്നത്? ഞാൻ ഈ കത്താണ് വെക്കുന്നത്. ഡിസ്റ്റർബൻസാ? ഏതൻ, കളിക്കരുത്. കത്തി അവിടെ വെച്ചൊന്ന്. ഇല്ല, കത്തി അതായിരിക്കില്ല. നീ പറ നോക്കി, നിനക്കൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ഏതൻ, നോ. സോറി, സോറി. ഹലോ ജോഹാൻ, എനിക്ക് നിന്നെ നാളെ തന്നെ കാണണം. എന്തായാലും എന്റെ വിധി ഇതാ. ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാനിതിനോട് പൊരുത്തപ്പെടാൻ പോവാ. ഞാൻ എന്റെ വിധി എന്ന് പറഞ്ഞ് തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഏതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് വേണം ബാക്കി എന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ. നാളെ നമ്മൾ ഷാനെ മീറ്റ് ചെയ്യാൻ പോവാ. ഏതിന്റെ എല്ലാ കഥകളും അറിയുന്ന ഒരേ ഒരാള് ഷാന. അത്തോടെ എല്ലാം അറിഞ്ഞിരിക്കും. എന്റെ കാര്യമൊക്കെ നീ പേടിക്കണം. ഞാൻ സേഫാ. നാളെ മീറ്റ് ചെയ്യാം. ബൈ. ഫാസ്റ്റ് റെഡിയാ, കഴിക്കാം. കഴിക്കാം. പിന്നെ ഞാനിന്ന് പുറത്തേക്ക് പോവും. എനിക്ക് ജൊഹാനെ ഒന്ന് കാണണം. പേടിക്കണ്ട, അതുവഴി പോകുമൊന്നുമില്ല. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല? ഡെലീഷ്യസ്. എന്നാ ഞാൻ ഇറങ്ങുവാ. ഡ്രൈവറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തേ പോകണില്ലേ? എന്നോടൊന്നും തോന്നരുത്. ഇതിപ്പോ കൊറേ നേരം ആയല്ലേ ഇയാളെ നോക്കിയിരിക്കാൻ തുടങ്ങിട്ട്. ഇങ്ങനെ എവിടെ പോയി കിടക്കണോ എന്തോ. എടാ, നമ്മള് നേരത്തെ വന്നതാണ്. അയാള് വരാൻ ടൈം ആവണുള്ളൂ. വരുന്നുണ്ട്. ഹായ്. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. ഓ, കാര്യായിട്ട് എന്തോ പറയാനുണ്ട്. അതെ, കാര്യായിട്ട് തന്നെ പറയാനുണ്ട്. ആദ്യം ഇരിക്ക്. ഓക്കെ, അപ്പോ തുടങ്ങിക്കോ. എന്താ കാര്യം? ഓക്കെ, വളച്ചൊടിക്കാതെ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. പക്ഷെ ഇന്നലെ പറഞ്ഞിട്ട് പോയല്ലോ, നീ ജീവിതമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പൊക്കൂടെ? ഐ ആം റെഡി. ഓക്കെ,
ഏതെന്നൊരു വ്യക്തി എനിക്ക് വളരെ കുറച്ച് നാളായിട്ട് അറിയുള്ളൂ. അയാൾ എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. സോ ഇതൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ പൊരുത്തപ്പെടണം എന്നാണ് താൻ പറയണത്. അതും തന്നെയല്ല, ഏതിനെ മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നാ താൻ പറഞ്ഞത് ഇന്നലെ. ഏതിന്റെ പ്രശ്നം എന്താണെന്നറിയാതെ ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കും? താൻ പറ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ജീവിതമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ ട്രൈ ടു ലവ് ഹിം. പക്ഷെ എനിക്ക് അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നറിയാം. താൻ ഇതിന്ന് ഒഴിഞ്ഞു മാറില്ല എന്ന് വിശ്വസിക്കുന്നു. തന്റെ ഫ്രണ്ടിന് കൂടി വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞത്. സോ താൻ ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. നിങ്ങളായിട്ട് ഇങ്ങോട്ടൊരു കാര്യം പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? സോ ഞാൻ പറയാം. ഏതെന്റെ ബാക്ക് സ്റ്റോറി അറിയണമെങ്കിൽ എന്തായാലും അവന്റെ ഫാമിലിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവിടെ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. ഗബ്രിയേൽ ഫ്രാൻസിസ്, the great business tycoon of Gabriel Corporation, and Elsa Gabriel Francis, ഇപ്പോഴത്തെ ഓറ ഫാഷൻസിന്റെ CEO. അവരുടെ വൺ ആൻഡ് ഓൺലി സൺ എയ്തൻ ഗബ്രിയേൽ ഫ്രാൻസിസ്. ഒരു ബിസിനസ് ഫാമിലി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല. ഉള്ളിൽ നിറയെ പ്രശ്നമായിരിക്കും, പക്ഷെ അകത്തും പുറത്തും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു. ഫാമിലിയും ബിസിനസ്സും തമ്മിൽ കമ്പൈൻ ചെയ്യാതെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് ആ ഫാമിലി കൊണ്ടുപോയിരുന്നത് അങ്കിളിന്റെ ഒറ്റ ഒരാളുടെ മുടുക്കൊണ്ട് മാത്രം. അങ്കിളിന് ഫാമിലി ആയിരുന്നു അല്ല. ഏതിന്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഏതിന് അങ്കിള് കഴിഞ്ഞിട്ടുള്ളൂ, വേറെ എന്തും. ആന്റിക്കും മറിച്ചായിരുന്നില്ല. അങ്കിളും ഏതിനും കഴിഞ്ഞിട്ട് ആന്റിക്കും ബാക്കി എന്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പറയാറില്ലേ, ജീവിതം മാറി മറിയാൻ അധികം ടൈമൊന്നും വേണ്ടെന്ന്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവരുടെ ഫാമിലി. അന്ന് ഏതെന്റെ 10th ബർത്ത്ഡേ ആയിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ദിവസം. പള്ളിയിലൊക്കെ പോയി അങ്കിളും ഏതെങ്കിലും തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ എനിക്ക് വേറൊരാൾക്കൊപ്പം. ആ ടൈമിലെ അങ്കിളിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ഇവനോട് വെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ ഏതൻ 10 വയസ്സുള്ളെങ്കിലും അവനെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെച്ചൂരിറ്റി ആ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അങ്കിള് കാറെടുത്ത് ഇങ്ങോട്ട് പോയതാ. നിങ്ങൾ കേൾക്കുന്നത് ആക്സിഡന്റ് ആയി അങ്കിള് പോയില്ല. പിന്നെ അങ്കിളിന്റെ ബ്രദർ വന്ന് ഏതിനെ കൊണ്ടുപോയി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും എൽസാൻറ്റി ആരോടും പറയാതെ എങ്ങോട്ടോ പോയി. പിന്നെ പറയണ്ടല്ലോ, അവൻ ഒറ്റക്കായി. പിന്നെ അവനെ നോക്കിയതൊക്കെ അങ്കിളിന്റെ ബ്രദറാ. അങ്കിളിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ അതിലും വലിയൊരു അവസ്ഥ. അവിടെ അങ്കിളും അങ്കിളുടെ വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അങ്കിളിന്റെ വൈഫ് വളരെ മോശമായിട്ടാ ഏതിനോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പറയുവാണ് ഏതിനെ സെക്ഷലി വരെ ഹറാസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു 10 വയസ്സുള്ള കുട്ടി അനുഭവിക്കാവുന്നതിൽ കൂടുതൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതിലും വലുതൊന്നും അവന്റെ ജീവിതത്തിൽ വരാനില്ല. ഇതെല്ലാം കൂടി ആയപ്പോ എനിക്ക് മെന്റൽ പേഷ്യൻ 5 വർഷം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ തന്നെ അവന്റെ പപ്പയുടെ ബ്രദറിനോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഓർഫനേജിലാക്കിയാൽ മതിയെന്ന്. അങ്ങനെ അവൻ ഓർഫനേജിൽ നിന്നാ പഠിച്ചത് എല്ലാം. അവിടുന്ന് എനിക്ക് അവനെ കിട്ടുന്നത്. പിന്നെ അവിടെ ചർച്ചിലെ ഫാദറിന്റെ ഹെൽപ്പൊക്കെ കൊണ്ട് അവനിപ്പോ ഈ കാണുന്ന നിലയിലെത്തി. ഞാൻ അവന്റെ കൂടെ അന്ന് കൂടിയില്ല. ഇന്നലായിട്ട് ഞാൻ അവനെ ഒറ്റക്കാക്കിയിട്ടില്ല, ഇനി ഒറ്റക്കാക്കുകയുമില്ല. അവൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് അതിലൊരു ശരിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവനോട് നീ അത് ചെയ്യരുതെന്നൊരു കാര്യത്തിനും പറയാത്ത. പിന്നെ അവന്റെ ഈ ഒരു വിയേർഡ് ക്യാരക്ടർ അത് വേറൊന്നുമല്ല. അവന് ഇമോഷൻസ് ഒട്ടും താങ്ങാൻ പറ്റാതാവുമ്പോ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് അവന്റെ ഇമോഷൻസിൽ നിന്ന് കൊണ്ടൊഴിക്കാൻ വേണ്ടി അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ഫേസാ. അവൻ ഇപ്പോഴും മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇസ വന്നതിന് ശേഷം അവന് നല്ല ചേഞ്ച് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഡോക്ടർ പറഞ്ഞതാ. അതാണ് ഞാൻ തന്നോട് പറഞ്ഞത്. താൻ വിചാരിച്ചാല് അവൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്റെ ലൈഫില് ഞാൻ അവനെ കണ്ടുമുട്ടിയതിനു ശേഷം
അവൻ ഇതുപോലെ ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ ഇത് തനിക്ക് തീരുമാനിക്കാം. എന്നാ ഞാൻ പോട്ടെ. അവനോട് ഞാൻ കള്ളാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പൊ കുറെ ലേറ്റ് ആയി. ഇനിയും ലേറ്റ് ആയാൽ അവനെ വെച്ചേക്കില്ല. നമുക്കെന്നാ പിന്നെ കാണാം. ബൈ. നമ്മൾ പുറമേന്ന് കണ്ട പോലെയല്ലേ സാരും. എങ്ങനെ കണ്ടാൽ ആരെങ്കിലും പറയും ഇത്ര അനുഭവിച്ച ഒരു വ്യക്തിയാണതെന്ന്. വേറെ ആർക്കും ഏതെങ്കിലും ഒരു അവസ്ഥ മനസ്സിലായില്ലെങ്കിലും നമ്മൾക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ആരോഗ്യം അവരുടെ ഇഷ്ടം എടുക്കുമ്പോൾ എനിക്കറിയും. അങ്കിൾ സാറാ വന്നേക്കുന്നേ? ഓ അതോ, അതേതാ കുഞ്ഞിന്റെ പപ്പയുടെ അനിയനാ മിഖായിൽ സാർ. ഇടക്ക് വരാറുണ്ട് ഇവിടെ. ആ വന്നോ? ഞാൻ വിളിച്ചിട്ടുണ്ടായല്ലോ. ഫോൺ സൈലന്റ് ആയിരുന്നു. അങ്കിൾ, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ ഹാക്ക് കുക്കി. എന്റെ പപ്പയുടെ ബ്രദറാ മിഖായിൽ. ഹായ് അങ്കിൾ. അപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും. ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇസ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സാർ. എന്റെ കൊച്ചിനെ കുറെ നാൾക്ക് ശേഷം ഇത്ര ഹാപ്പി ആയിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ മാരേജ് നടന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അന്ന് തന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആളുകൾ സമ്മതിപ്പിച്ചെന്ന് എനിക്കറിയാം. ക്യാരക്ടർ അങ്ങനെയാ. അങ്ങനെ ആ ദേഷ്യമൊന്നും വെക്കരുത്. എന്നിട്ട് എനിക്ക് നന്നായിട്ട് നിരക്ക് വരാം. ഇസ, ഞാനൊന്ന് ഇറങ്ങുക. ഒരു കൺസൾട്ട് മീറ്റിംഗ് വേണം. പറഞ്ഞേക്കൂ. അയ്യോ, വന്നിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ ഇസക്കൂടെ എന്നോടും വിളിച്ചിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏതെങ്കിലും ഞങ്ങൾ അറിയുമ്പോ സീഡ് കൂടി ഞങ്ങളാണല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ഹലോ, നീ എവിടെയാ? നീ ഇന്ന് തന്നെ പപ്പയുടെ മമ്മിന്റെ അടുത്തേക്ക് വിട്ടോ. നാളെ ഞാനും എത്തും. ഞാൻ ഒറ്റയ്ക്കോ? ഞാൻ മൈ ഹസ്ബൻഡ്. എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. ഇത്രയും നാളും അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നില്ലേ? കുറച്ച് ഞാനും പ്ലാൻ ചെയ്യട്ടേടാ. ഞാൻ ഈ സ്റ്റോറി മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയാലോ എന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എന്നാലും ഏതൻ എല്ലാ വുമൻസിനും കാണുന്ന ഒരു പേരുടെയാ. അവനെ കുറ്റം പറയാനും പറ്റില്ല. കോഴ്സ് അവന്റെ ജീവിതത്തിൽ വന്നേക്കുന്ന എല്ലാ വുമൻസും അവനെ വിഷമിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്നൊന്ന് കാണിക്കാൻ വേണ്ടി, എന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടി 1 വീക്ക് നമ്മളുടെ മമ്മിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ എന്റെ പ്ലാൻ. ഈ പ്ലാൻ എന്തായാലും വർക്കൗട്ടാ. ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥന 1 വീക്ക് കഴിയുമ്പോ അവന് ജീവനോടെ കിട്ടിയാൽ മതിയെന്ന. അപ്പൊ എന്തായാലും നാളെ കാണാം. ഞാൻ ആദ്യത്തെ എന്റെ കരു നീക്കട്ടെ. അതെ, അകത്തോട്ട് വന്നോട്ടെ. കേറി വാ. ഈ പെർമിഷന്റെ ഒക്കെ ആവശ്യം എന്താ കുക്കി? നിനക്ക് കേറി വന്നൂടെ? എല്ലാം ഒരു ബേസിക് മാനേഴ്സ് ആണല്ലോ. ഓക്കെ. അല്ല, എന്താ എന്റെ അടുത്തേക്ക് ഒരു വരവൊക്കെ? എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്റെ മമ്മിയും പപ്പയൊക്കെ ഒന്ന് കാണണം. 1 വീക്ക് എനിക്ക് അവരുടെ കൂടെ ഒന്ന് നിൽക്കണം. 1 വീക്കോ? ഒരു 2 days ഒക്കെ മതിയില്ലേ? എനിക്ക് നീയില്ലാതെ പറ്റില്ല. അതിന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നേ, നമ്മൾ ഒരുമിച്ചാ പോകുന്നേ. വാട്ട്? ഞാൻ എന്റെ വരാൻ പറ്റില്ലേ? ആ പിന്നെന്താ, നമ്മൾക്ക് പോവാൻ നാളെ. പിന്നെ അവന് ഓഫീസിലേക്കൊന്നും പോകാൻ പറ്റില്ല. 1 വീക്ക് ഫുൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. സോ എനിക്ക് ലീവ് പറഞ്ഞേക്ക്. 1 വീക്ക് ഒക്കെ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാ എന്റെ പറ്റില്ലേ? പറ്റും. 1 വീക്ക് മതിയോ? വേണമെങ്കിൽ 2 വീക്ക് ആക്കാം. വേണ്ട, 1 വീക്ക് മതി. അപ്പൊ നാളെ മോർണിംഗ് തന്നെ നമ്മള് പോകും. ഗുഡ് നൈറ്റ്. നിന്നെ
ഞാൻ കാണിച്ചു തരാം മോനെ. ഏതൻ ഗബ്രിയേൽ ഫ്രാൻസിസ്. എന്നെ കുറച്ച് വിഷമിപ്പിച്ചതല്ലേ, കുറച്ച് നീയും കഷ്ടപ്പാട്.